ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളിൽ കാണണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതേകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതേകി. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥന ഈശോ ഇന്നെന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. സർവശക്തനായ ദൈവമേ, ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ദാനമായി നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദിയോടെ കരങ്ങൾ കൂപ്പുന്നു. ഞങ്ങളെക്കാളുപരി ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അറിയുന്ന നാഥ, അങ്ങ് ഞങ്ങളെ കൈവിടരുതേ. അങ്ങയുടെ മുൻപിൽ വന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ കാണാതെ പോകല്ലേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്കായി പുത്രനോടൊന്ന് പ്രാർത്ഥിക്കണമേ. ഈ കണ്ണുനീരും വേദനയും എന്നു മാറുമെന്ന് പോലും അറിയാതെ മനസ്സ് തകർന്ന് ജീവിക്കുന്ന ഓരോ മക്കളെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങളും മനസ്സിൻ്റെ ഭാരവും ദുഃഖവും ഓരോ ദിവസവും കൂടിക്കൂടി വരുമ്പോൾ ഈശോയുടെ മുമ്പിൽ ഒരിറ്റാശ്വാസത്തിനായി ഞങ്ങളിതാ അണയുന്നു. ജീവിതത്തിൽ പല ദുരാനുഭവങ്ങളും തകർച്ചകളും തടസ്സങ്ങളും നേരിടുമ്പോൾ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോടൊന്ന് അപേക്ഷിക്കണമേ. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ നെഞ്ചിൻ്റെ പിടച്ചിൽ ആരും കാണുന്നില്ലല്ലോ. കൂടെയുള്ളവർ പോലും ഒന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരിറ്റാശ്വാസം പോലും ആരിൽ നിന്നും കിട്ടാത്ത അവസ്ഥ. സ്വന്തമെന്ന് കരുതിയവർ പോലും ഞങ്ങളെ തള്ളിക്കളഞ്ഞ് മറ്റു കൂട്ടു തേടി പോകുമ്പോഴും മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദനവുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും അമ്മ മാതാവേ, നീ മാത്രമാണ് ഞങ്ങൾക്കൊരിറ്റാശ്വാസം. അവിടുന്ന് ഞങ്ങളെ മനസ്സിലാക്കുമെന്നും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അങ്ങേ തിരുക്കുമാരൻ വഴി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്ന നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചേ. വിശ്വാസം പരീക്ഷിക്കപ്പെടാം, എങ്കിലും തളരരുത്. കണ്ണും പൂട്ടി ഈശോയിൽ അങ്ങ് ആശ്രയിക്കണം. പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഏകദേശം 100 വയസ്സായപ്പോൾ ദൈവം ഒരു മകനെ വാഗ്ദാനം ചെയ്തു. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ അത് അസാധ്യമായിരുന്നു. എന്നാൽ ദൈവത്തിനത് സാധ്യമായിരുന്നു. അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രായമോ ബലഹീനതകളോ പരിമിതികളോ അല്ല ദൈവം നോക്കുന്നത്. പിന്നെയോ അവിടുന്ന് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസമാണ്. ചിലപ്പോൾ നമ്മളും വർഷങ്ങളായി ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ കാത്തിരിക്കുകയായിരിക്കും. ഈ സമയം കർത്താവ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ സമയം ഒരിക്കലും തെറ്റുകയില്ല. വൈകുന്നതുപോലെ തോന്നിയാലും അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസം എന്നത് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നതല്ല. ഒരനുഗ്രഹവും കിട്ടാത്തപ്പോഴും അനുഗ്രഹത്തിനായി കാത്തിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വയം ഏൽപ്പിക്കുന്നതാണ്. അവിടുത്തെ കരങ്ങളിലേക്കെല്ലാം വിട്ടുകൊടുക്കുന്നതാണ് വിശ്വാസം. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അബ്രഹാമിനെ പോലെ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൽ വൈകുന്നതായി തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സമയത്തെ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ.
നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയും, ഭയത്തിൻ്റെ സമയങ്ങളിൽ ധൈര്യവും, കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ക്ഷമയും എനിക്ക് നൽകണമേ. എൻ്റെ കണ്ണുകളെപ്പോഴും അങ്ങയിലായിരിക്കട്ടെ. അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും ഓരോ ദിവസവും എന്നെ വഴി നടത്തട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ, കുരുക്കഴിക്കും മാതാവേ, അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും. കുരുക്കഴിക്കും മാതാവേ, കുരുക്കഴിക്കും മാതാവേ. പ്രിയമുള്ളവരെ, ഈ സമയം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കുവാനും ഇന്ന് നിങ്ങൾ ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതിനുമായിട്ട് നമുക്ക് ഈ സമയം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള അതിശക്തമായ ഈ പ്രാർത്ഥന നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഒരു 9 തവണ നമുക്ക് ഏറ്റുപറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാം. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക. ദൈവമഹത്വത്തിനായി ഈ കുരുക്കെന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ.
നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഈ സമയം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വലിയ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ
നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി.